So creators, welcome back to a new video. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് pixellab-ന്റെ തന്നെ ചെറിയൊരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ ആരും അത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ ടൂൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ pixellab എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് കോർണറിൽ മുകൾ ഭാഗത്തോട്ടൊക്കെ ആയിട്ട് pixellab എന്ന് എഴുതിയിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെന്ന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റുകളോ ഇമേജുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ലെയറുകളോ അതായത് ഏതെങ്കിലും ഷേപ്പുകളോ ഒക്കെ ആണെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ ഒരു ന്യൂ ടെക്സ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്കിവിടെ pixellab എന്നുള്ള ഒരു എഴുത്ത് മാറിയിട്ട് രണ്ട് ഓപ്ഷൻ വരും. ഒന്ന് ഡിലീറ്റിനുള്ള ഒരു ഓപ്ഷനാണ്, അത് നമുക്കറിയാം. നമ്മളിവിടെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ആകും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നമുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഇത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ ഒരു ന്യൂ ടെക്സ്റ്റ് കോപ്പി ചെയ്യാം, സിമ്പിളായിട്ട് കോപ്പി ചെയ്യാം. അപ്പോൾ ഈ ഒരു മാർഗ്ഗം യൂസ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് ഇവിടെ എ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം താഴ്ഭാഗത്തോട്ടൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് കോപ്പി ചെയ്യാം, അതൊരു വഴിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കൺഫ്യൂഷനും അതുപോലെ തന്നെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഇത്തരത്തിൽ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കതിനെ ഇവിടെ വെച്ച് തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെയുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പൊസിഷൻ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും, അതായത് അതിനെ സെൻറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിലേക്ക് കൂടെ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ലെയർ ടു ഫ്രണ്ട് ആണോ ടു ബാക്ക് ആണോ എന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ടു ഫ്രണ്ട് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷനും അതുപോലെ തന്നെ ടു ബാക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനും ഇവിടെ എനേബിൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ pixellab-ൽ ആഡ് ചെയ്യുന്ന ഏതൊരു ഫോണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള ഒരു ഫോണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു പെൻസിലിൻ്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ തന്നെ എഡിറ്റിൻ്റെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു എഡിറ്റിങ്ങിനായിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് അവിടെ പുതുക്കാൻ വേണ്ടിയിട്ടും കഴിയും. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട ഈ ഒരു ടൂള് വെറും ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലെയറുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഷേപ്പുകളുടെ കാര്യത്തിലും ഇമേജിൻ്റെ കാര്യത്തിലൊക്കെ വർക്കൗട്ട് ആവും. ഒരു ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു ഷേപ്പ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വിഡ്ത്തിൻ്റെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയും. കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതേ ഒരു റേഷ്യോയിൽ വിഡ്ത്തിൻ്റെയും ഹൈറ്റിൻ്റെയും റേഷ്യോയിൽ അതിൻ്റെ സൈസ് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഈ ഒരു ടൂളിൽ തന്നെ നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇതേ ഒരു ടൂളിൽ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനെ സെൻറ്റർ ആക്കാനും അതിൻ്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയും. അതുപോലെ തന്നെ ഇതേ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ലെയറിനെ ടു ഫ്രണ്ട് ആണോ അഥവാ ടു ബാക്ക് ആണോ എന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടൂൾ നിങ്ങൾക്ക് പല സമയങ്ങളിലായിട്ട് യൂസ്ഫുൾ ആകും. കാരണം ചില തരത്തിലുള്ള പൊസിഷനും കാര്യങ്ങളും റൊട്ടേഷൻസും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റുകളിലോ അഥവാ ലോഗോകളിലോ ഒക്കെ നടത്തുകയാണെങ്കിൽ അതിൽ കറക്റ്റായിട്ട് പെർഫെക്ഷനോട് കൂടി ചെയ്യാനും കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ലോഗോ ഐഡിയാസുകൾക്ക് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ക്രിയേറ്റേഴ്സ്, ഇറ്റ്സ് മീ VC സൈനിങ് ഓഫ്.